കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ഇന്നത്തെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലെ കളഭാലങ്കാരം എന്താണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് അനുഗ്രഹം വാങ്ങുക. അത് കഴിഞ്ഞ് നേരെ ഗോപുരത്തിലൂടെ നമുക്ക് അകത്തേക്ക് കിടക്കാം. അങ്ങനെ വന്ന് ഗുരുവായൂരപ്പൻ്റെ വാതിൽപ്പടി എത്തി. അവിടെ എത്തുമ്പോൾ ഇന്ന് രാവിലെയൊക്കെ പുണ്യാഹായിന് ശേഷം ഗുരുവായൂരപ്പന് ബിംബശുദ്ധി ഉണ്ടായി. അപ്പോൾ ശീവേലിക്ക് ശേഷം 9:30 വരെയും നേരെ ആ കൊടിമരത്തിൻ്റെ അപ്പുറത്തു കൂടെ ഉള്ള വാതിൽ മാടത്തിലൂടെ ആയിരുന്നു വിട്ടിരുന്നത്. അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആയതുകൊണ്ട് സുഖമായിട്ട് ദർശനത്തിനുള്ള സൗകര്യമായി. അപ്പോൾ ആദ്യം തന്നെ ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. ഇടത്തോട്ട് നോക്കിയിട്ട് വലതുവശത്തേക്ക് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത അവിടെ ആ തൂണൊന്ന് നോക്കി തൊഴാം. എന്നിട്ട് നമുക്ക് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ കെടാവിളക്കുകളുടെ, അതായത് സ്വർണ്ണ വിളക്കുകളുടെ ദീപനാളങ്ങളിങ്ങനെ ദീപങ്ങളിങ്ങനെ ജ്വലിക്കുന്നത് കാണാം. അങ്ങനെ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ ഏത് രൂപത്തിലാണെന്ന് ഇങ്ങനെ നോക്കി വരുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചതുർബാഹുവായ ആ മഹാപ്രഭുവായിട്ട് നാരായണനായിട്ടാണ് കേട്ടോ ഒന്ന് ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇരിക്കണത്. വളരെ രസമായിട്ട് നന്നായിട്ട് ഉള്ള ചാർത്താണ്. ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി ശംഖും ചക്രമൊക്കെ കൊടുത്ത് ഗദ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം ഒരു താമരപ്പൂവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 കൈകളോടും കൂടി, തൃക്കൈകളോടും കൂടി നാരായണനായിട്ട് മഹാപ്രഭുവായിട്ട് ശ്രീലകത്ത് മരുവുകയാണ്. അപ്പോൾ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ, എല്ലാവരും ഗുരുവായൂരപ്പനെ കണ്ടോളൂ. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ആ കളഭാലങ്കാരം ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെ വരണമെങ്കിൽ നല്ല രസമല്ലേ? അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. എല്ലാവരും കണ്ട് വണങ്ങുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നോക്കുമ്പോൾ നല്ല ഉണ്ടമാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളൊരു ഉണ്ടമാലയും തുളസിയും താമരപ്പൂവായിട്ടുള്ള ഒരു ഉണ്ടമാലയും, 2 ഉണ്ടമാലകളുണ്ട്. അതേമാതിരി തിരുമുടി മാലകളുണ്ട്. വിധാനമായിട്ട് 4 തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു കളഭം കൊണ്ടുള്ള അലങ്കാരമാണെന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ ദർശിക്കുക. ഗുരുവായൂരപ്പൻ്റെ ആ കാൽക്കൽ വീണിട്ട് നാരായണ 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 എന്ന് ജപിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പനെ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിന് മുന്നിലാണ്. എല്ലാവരും അത് കണ്ടു തൊഴുക. അങ്ങനെ നമ്മൾ തൊഴുതു. ഇനി നേരെ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴാം. കാരണം തിടപ്പള്ളി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ ഗണപതി ഹോമവും ഭഗവാന് നേദ്യമൊക്കെ തയ്യാറാക്കുന്ന പ്രധാന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ തൊഴുത് അങ്ങനെ ആ സപ്തമാതാക്കളെയൊക്കെ തൊഴുത് നേരെ നമ്മുടെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം. വിഘ്നേശ്വരൻ്റെ അവിടെ വരുമ്പോൾ ധാരാളം കദളിപ്പഴമൊക്കെ കാണാനുണ്ട്. പൂക്കൾ കൊണ്ട് അർച്ചിച്ചിട്ടുണ്ട്. വിഘ്നേശ്വരന് നന്നായിട്ടുള്ള ആ ഒരു അലങ്കാരമൊക്കെ ഉണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞ സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് നേരെ ചെറിയ ഗണപതി വിഗ്രഹം കണ്ടു. പിന്നെ മത്സ്യകൂർമ്മം, വരാഹം, നരസിംഹം വരെയൊക്കെ കണ്ടു. അങ്ങനെ തൊഴുതിങ്ങനെ വരുമ്പോൾ മേൽശാന്തിൽ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ആനന്ദപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അതുപോലെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് അങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ വരുമ്പോൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അങ്ങനെ കണ്ടു വരുമ്പോൾ ആ കണ്ണനെ വീണ്ടും കാണാം.
പിന്നെ മുരുകനെ കാണാം, ഹനുമാൻ സ്വാമിയെ കാണാം, രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ കാണാം. അത് കണ്ട് തൊഴുത് ആ ശ്രീകോവിലിന് അങ്ങനെ ഇറങ്ങുന്ന ഓവിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ഗ്രില്ലിനപ്പുറത്ത് കിടന്ന നമ്മുടെ താമരയിലുള്ള താമരക്കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. അതേപോലെ മണിക്കിണർ കണ്ടു തൊഴാം. പിന്നെ നമ്മുടെ കണ്ണൻ നൃത്തം ചെയ്യുന്ന നൃത്തറയിലേക്ക് നോക്കിയാൽ അവിടെ കെടാവിളക്ക് കത്തുണ്ട്. അവിടെ കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച അവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ തിരിച്ചു വരുമ്പോൾ കുറൂരമ്മേനി നാരദരിയൊക്കെ കണ്ട് ഇങ്ങനെ വരാം. അങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി നേരെ ഇടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാൻ പോവാം. അങ്ങനെ അവിടെ വരുമ്പോൾ നമ്മുടെ അടുത്ത് ഒക്കെ താലപ്പൊലി എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. കൂടുതൽ കൂടുതൽ സുന്ദരിയായിട്ടാണ് അമ്മ വരുന്നത്. അപ്പോൾ നല്ല ഭക്തരുടെ എല്ലാവരുടെയും ആ ഒരു അകമഴിഞ്ഞ സ്നേഹം അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ നല്ല പ്രസന്നവതിയായിട്ടാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ കുറച്ചിങ്ങോട്ട് പോകുന്ന മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ ചതുർബാഹുവായ നാരായണ വിഗ്രഹം കാണാം, കണ്ടു തൊഴാം. പിന്നീട് നേരെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് കൂത്തമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കി തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ടു തൊഴുത് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ് വശത്ത് വന്ന ദീപസ്തംഭം നോക്കിത്തോഴാം, കൊടിമരം നോക്കിത്തോഴാം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരം നമ്മളെല്ലാവരും കൂടി തൊഴുതു. എന്നെ കേൾക്കുന്ന എല്ലാവരും എൻ്റെ ഒപ്പം വന്നു ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.